ഞങ്ങളുടെ വീട്ടു തോട്ടത്തിൽ മുന്തിരി ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പം ജൂൺ മാസം ആണ്. ഓഗസ്റ്റോട് കൂടി ഇത് നല്ല പഴുത്ത പാകമാവും. ഇപ്പം ജൂൺ മാസമാണ്. ഓഗസ്റ്റോട് കൂടിയിട്ട് നല്ല പാകമാവും. ജൂലൈ ലാസ്റ്റോട് കൂടിയിട്ടത് പഴുക്കാനുള്ള സാധ്യത ഉണ്ട്. ഈ തണുവിനനുസരിച്ചിരിക്കും. തണുപ്പൊക്കെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. 2 തരം മുന്തിരിയുണ്ട്. ഒന്ന് ഗ്രീൻ മുന്തിരിയുണ്ട്, പിന്നെ പിങ്ക് മുന്തിരിയുണ്ട്. പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമായിട്ടാണ്. ഈ പിങ്ക് മുന്തിരി കൊണ്ട് വൈനുണ്ടാക്കും. നല്ല പോലെ ഇപ്പോൾ കാച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തേക്കാളും കുറവാണ് തോന്നുന്നു ഇപ്പം ഈ വർഷം. കഴിഞ്ഞ വർഷത്തിലും നല്ല പോലെ ഉണ്ടായിരുന്നു. കിലോകണക്കിന് പൊട്ടിച്ച് അത് തന്നെയായിരുന്നു എൻ്റെ പേര്. എനിക്കും കാണാൻ കഴിയും. എവിടെയൊക്കെ ഉണ്ട് ഒളിച്ചിരിക്കുകയാണ് മുന്തിരിക്കുലകളെല്ലാം ഒളിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എവിടെയുണ്ട് ഈ ഭാഗത്തുള്ളതൊക്കെ ഗ്രീൻ മുന്തിരിയാട്ടോ. ഈ ഭാഗത്ത് 2 തരം മുന്തിരിയാണ് ഇപ്പോൾ ഇവിടെ നന്നായി പിടിച്ചിട്ടുള്ളത്. ഇതിന് പ്രത്യേകിച്ച് വളം അതുപോലെ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. അതായത് കാലങ്ങളിൽ, അതായത് വർഷം മഞ്ഞുകാലമാകുമ്പോൾ ഇലകളെല്ലാം കൊഴിയുകയും വേനൽക്കാലത്തോട് കൂടിയിട്ട് ഇലകൾ കിളിർത്ത് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ പച്ചമുളക്, എരി കുറവാണ് ഇതിന്. നമ്മളുടെ നാട്ടിൽ പറയല്ലേ മത്തങ്ങ മുളക് എന്നൊക്കെ പറയല്ലേ, അതേപോലത്തെ ഒരു ടൈപ്പാണ്. എരി കുറവാണ്. നല്ല സ്മെല്ലാണ് മുളകിൻ്റെ. അപ്പോൾ മുന്തിരി നമുക്ക് പാർക്കാം, മുന്തിരി തോപ്പുകൾ എന്ന് പറയുന്നത് പോലെ നമുക്ക് കഴിക്കാം മുന്തിരി. ഒരു വളമില്ല, ഒരു നനവും ഇല്ലാണ്ട് അവയുടെ പുഷ്പകാലത്ത് അവ പുഷ്പിക്കുകയും ഫലം തരികയും ചെയ്യുന്ന മുന്തിരി. ഇത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് നനയ്ക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഇതിൻ്റെ മരം നിൽക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാണാൻ കഴിയുന്നില്ല. കറണ്ടില്ല, അതാണ് ഗേറ്റ് തുറക്കാൻ പറ്റാത്ത കാരണം കേട്ടോ. കറണ്ട് എപ്പോഴാണ് പോയെന്ന് അറിയില്ല. ഗേറ്റ് ഇലക്ട്രിക് ഗേറ്റ് ആയതുകൊണ്ട് അത് ഇനി ചാവിയൊക്കെ എടുത്ത് വന്ന് തുറക്കണം. അപ്പോൾ അത് പിന്നീട് ഒരിക്കൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ്